ഇന്നത്തെ യോഗം പ്രധാനമായും രണ്ട് തലത്തിലാണ് നടക്കുന്നത്. ഒന്ന്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയാണ് വിളിച്ചിട്ടുള്ളത്. അത് എല്ലാ പാർട്ടികളെയും വിളിച്ചിട്ടുണ്ട്. അവരെ വിളിക്കാൻ കാരണം അവർക്കാണ് ബഹുജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുക. അപ്പോൾ ആദ്യം അവരെ കേൾക്കണമെന്നാണ് തീരുമാനിച്ചത്. അവരെ കേട്ടതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് ആ തുടർ നടപടികളിൽ റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവരുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അവരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഫലപ്രദമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുക. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ രണ്ട് വശമെന്ന് പറയുന്നത്, ഒന്ന് ജനങ്ങളുടെ ഭാഗം കേൾക്കുക, രണ്ട് അത് നടപ്പിലാക്കാനുള്ള ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ തികച്ചും സിസ്റ്റമാറ്റിക്കായ ഒരു ചർച്ചയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ആ ചർച്ചയിലൂടെ മാത്രമാണ് ഫലപ്രദമായ നടപടികളുടെ മുമ്പോട്ട് പോകാൻ കഴിയും. ഇതാണ് ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷം വളരെ രാഷ്ട്രീയപരമായിട്ടാണ് ഇതിനെ കാണുന്നത്. മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനം ശക്തമായി നിൽക്കുമ്പോൾ ഈ മരണപ്പെട്ടവരുടെ വീടുകളിൽ നിന്ന് സന്ദർശിക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് കാണുന്നത് രാഷ്ട്രീയ പോരാട്ടമായിട്ട് പ്രതിപക്ഷം ഉയർത്തുന്നു. അല്ല, പ്രതിപക്ഷങ്ങൾക്ക് അത് രാഷ്ട്രീയ പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ എന്നല്ലാതെ അവരെ ഉപദേശിക്കാനോ നന്നാക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള നമുക്കാർക്കും അധികാരമില്ലല്ലോ. ഓരോ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാടനുസരിച്ച് അവർ പ്രവർത്തിക്കും. പക്ഷേ ആ പ്രവൃത്തിയുടെ ഫലം എന്തായിരിക്കുമെന്ന് അവരാണ് ആലോചിക്കേണ്ടത്. ഏത് തരത്തിൽ പ്രവർത്തിച്ചാലാണ് വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന വന്യജീവി ആക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഭീഷണിയിൽ നിന്നും അവരെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കാൻ കഴിയുക, ഇതിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ ചർച്ചയെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ, നടപടികൾ സ്വീകരിക്കുന്നതിന് തടസ്സപ്പെടുന്ന വിധത്തിൽ അവരോട് പ്രതിബദ്ധതയുള്ള ആരും മുമ്പോട്ട് വരികയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കണമെന്നാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പോകരുത് എന്നായിരിക്കും നിർബന്ധമുണ്ടെങ്കിൽ ഏറ്റുമുട്ടിക്കൊണ്ട് പോകണോ വേണ്ടേ എന്നുള്ളത് അത് ആ ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം. അപ്പം നമ്മൾ ഒരു മുൻകൂട്ടി അവരിങ്ങനെ തടയുമെന്നോ പോകാൻ സമ്മതിക്കുന്നതിൽ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അവർ ഫലപ്രദമായ ഒരു ചർച്ച നടക്കാനിടയുള്ള സാഹചര്യത്തിൽ മന്ത്രിതല സംഘത്തെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായകമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്.